ഡിയർ സ്റ്റുഡൻസ്, ഡിവിഷൻ എന്ന ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂ നമ്പേഴ്സിലെ. അതിൽ ഡിവിഷൻ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനെ തുടർന്ന് വരുന്ന എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ചെയ്യുന്നത്. പേജ് 60 ആൻഡ് 61 ഒരു 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 1 by 1 ആയിട്ട് നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ബിലോ കറക്റ്റ് ടു എ മില്ലിമീറ്റർ. ഓക്കെ, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഹൈറ്റും തന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത്ത് കാണണം. ഓക്കെ, കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓൺ ദ ബിലോ കറക്റ്റ് ടു എ മില്ലിമീറ്റർ. അപ്പോൾ സൈഡ് കണ്ടെത്തണം. ഒരു സൈഡ് കണ്ടെത്തിയാൽ മതി, കാരണം എല്ലാ സൈഡും സെയിം ആണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട്. സപ്പോസ് ഇറ്റ് ഈസ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ആ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് ഈസ് എന്താണ്? 4 സെൻറ്റിമീറ്റർ. ദിസ് ഈസ് 4 സെൻറ്റിമീറ്റർ എന്നിട്ട്. അപ്പോൾ ദിസ് വിൽ ബി അറ്റ് 90 ഡിഗ്രി. ഓക്കെ, ഓൾട്ടിറ്റ്യൂഡ് 90 ഡിഗ്രിയിലായിരിക്കും. നമ്മൾ സൈഡ് കാണണം. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് എല്ലാ ആംഗിൾസും 60 ആണ്. അപ്പോൾ ഈ 60നെ 2 ഹാഫാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇത് 30 ആവും, ഇത് 60 ആയിരിക്കും. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് അതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് കിട്ടുക എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഓക്കെ, ഓർക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഒരു ട്രയാങ്കിളിൽ ഒരു ആംഗിൾ 60, മറ്റേ ആംഗിൾ 30. ദിസ് ഈസ് 90 ആണെങ്കിൽ ഇത് 2 ആണെങ്കിൽ ഇത് 1ഉം ഇത് √3 ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈപ്പോട്ടന്യൂസ് 2 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റിൽ 2ന് നേരെ ഹാഫ് 1. ആ 1നെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് എന്ത്? 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഈ സൈഡ് നമുക്കറിയില്ല. സൈഡ് എത്രയാണോ അതിൻ്റെ ഹാഫാണിത്. ആ ഹാഫിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് ഇത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ ഭാഗം കിട്ടും. ഇതിൻ്റെ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കിട്ടും. ഒരിക്കൽ കൂടി ഓർക്കുക, ഹൈപ്പോട്ടന്യൂസ് 2 അതിൻ്റെ നേർ പകുതിയാണ്. സ്മോളസ്റ്റ് സൈഡ് 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്, അതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്. അപ്പോൾ എന്ത് ചെയ്യുക? 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിൻ്റെ മെഷറിനെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡ് കിട്ടും. അതിൻ്റെ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ ഈ സൈഡ് കിട്ടും. അപ്പോൾ ഇവിടെ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് തന്നിരിക്കുന്നത് 4. ആ 4നെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദിസ് സൈഡ്, ദാറ്റ് ഈസ് 4/√3. ഇത് 4/√3 ആണ്. ആ 4/√3ൻ്റെ ഡബിൾ എടുക്കുക. സോ 4/√3 × 2, അതാണ് ഈ സൈഡ്. അപ്പോൾ × 2 എന്ന് പറഞ്ഞാൽ എത്രയായി? 8 ആയി. 8/√3. അപ്പോൾ ഈ സൈഡ് എന്താണ്? 8/√3 ആണ്. ഓക്കെ, അപ്പോൾ 8/√3 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് അതിനെന്ത് ചെയ്യണം? കറക്റ്റ് ടു മില്ലിമീറ്റേഴ്സ്. ആ മില്ലിമീറ്റേഴ്സിനെ കറക്റ്റാക്കി എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, യെസ്. അപ്പോൾ സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഉദ്ദേശിച്ചത്, ഈസ് ഈക്വൽ ടു 4/√3 × 2, ദാറ്റ് ഈസ് 8/√3 ആണ്. 8/√3. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഒരു ഫ്രാക്ഷൻ നേരത്തെ തന്നെ നമ്മൾ 1/2 എന്നുള്ള ഫ്രാക്ഷൻ എന്താക്കി മാറ്റി? 2/4 എന്നാക്കി മാറ്റി. 2/4 എന്നാക്കാൻ എന്താ കാരണം? ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണ് ഇത് 2/4 ആയത്. ഓക്കെ, ഈ ഡിനോമിനേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. 2 ഇവിടെയും മൾട്ടിപ്ലൈ. അതേപോലെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാം. ഓക്കെ, ഈ 8/√3
√3യെ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. 8നെ √3ൻ്റെ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. പക്ഷേ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാതാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഈ 1/2 എന്നുള്ളത് 2/4 ആക്കിയില്ലേ? എങ്ങനെ ആക്കിയത്? 1/2 = 1/2ൻ്റെ ഡിനോമിനേറ്ററായ 2നെ 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ന്യൂമറേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2/4 ആക്കി മാറ്റി. അതേപോലെ നമുക്ക് എന്ത് ചെയ്യുക? 8/√3യിലെ ഡിനോമിനേറ്ററിനെ ഈ ഡിനോമിനേറ്റർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്റർ എന്തായി മാറും? 8√3 ആവും. ഡിനോമിനേറ്ററിൽ √3 × √3, √3 × √3 എന്ന് പറഞ്ഞാൽ എന്താ? 3 ആണ്. ഓക്കെ, √3 × √3 = √3 × 3. √3 × 3 എന്ന് പറഞ്ഞാൽ √9 എന്ന് പറഞ്ഞാൽ 3. അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് നമ്പർ സെയിം നമ്പർ റിപ്പീറ്റ് ചെയ്ത് അത് മാത്രം എഴുതിയാൽ മതി എന്നുള്ളത് കഴിഞ്ഞൊരു കണക്കിൽ ഞാൻ പറഞ്ഞതാണ്. സോ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 8 × 1.732/3. അപ്പോൾ 1.732നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ 1.732നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം നമുക്ക് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിവിഷൻ ആദ്യം ചെയ്തതിന് ശേഷം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതാണ് എളുപ്പം. അപ്പോൾ 1.732നെ എന്ത് ചെയ്യുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇവിടെ 1 ആയതുകൊണ്ട് 0 ഇട്ടു. 70ൽ എത്ര 3 നോക്കിയാൽ 5 3s 15 വരും. 15 പിന്നെ 2 റിമൈൻഡർ ആയിരിക്കും. ആ 2 3ൻ്റെ ഇപ്പുറത്തിട്ടതായിട്ട് ഇമേജിൻ ചെയ്യാം. അപ്പോൾ 23 ആയി. 23നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വിൽ ഗെറ്റ് 7. അപ്പോൾ 7 3s 21. പിന്നെ 2 ഉണ്ടാവും. ഈ 2ഉം 2ഉം കൂടെ 22 ആയി. 22നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വിൽ ഗെറ്റ് 7. അപ്പോൾ 21 ഉണ്ടാവും. പിന്നെ അവിടെ 1 ബാക്കിയുണ്ട്. ആ 1ൻ്റെ അപ്പുറം 0 ഇട്ട് 10 ആയി. 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 3 ഇതിങ്ങനെ പോകും. ഓക്കെ, 0.5773 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 8 × 0.577 ഇത്ര മതി. അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് വേണമെന്നില്ല. അപ്പോൾ 5.577 × 8 5 6 46 ഇങ്ങനെ വരും. 56 5 56 61 6 5 40 46. ഓക്കെ, 4.616 എന്ന് കിട്ടും. ഓക്കെ, 4.616 കറക്റ്റ് ടു മില്ലിമീറ്റേഴ്സ് എന്നാണ്. കറക്റ്റ് ടു മില്ലിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റിന് ശേഷം 3 ഡിജിറ്റ് വേണം. കറക്റ്റ് ടു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പോയിൻറ്റിന് ശേഷം 2 ഡിജിറ്റ് മതി. ഓക്കെ, കറക്റ്റ് ടു മീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻറ്റിന് ശേഷം ഒരൊറ്റ ഡിജിറ്റിൽ വെച്ചിട്ട് നിർത്തുന്നു. സോ 4.616 എന്ത് കിട്ടും? സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് 4.6 വരെ മതി. 4.6. അപ്പോൾ ഇത് സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇവിടെ നിങ്ങളുള്ളത് മില്ലിമീറ്ററും ആയിരിക്കും. അപ്പോൾ ഇത്രയും മതി. 4.6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 സെൻറ്റിമീറ്ററും 6 മില്ലിമീറ്റർ. അപ്പോൾ കറക്റ്റ് ടു എന്തായി? മില്ലിമീറ്റർ ആയി. അപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാതാണ് നമ്മൾ ഈ ആൻസറിലേക്ക് വന്നിരിക്കുന്നത്. കാൽക്കുലേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഈ മൾട്ടിപ്ലിക്കേഷൻ വേണ്ട. ഇവിടെ തന്നെ 8നെ 1.732 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, പക്ഷേ പരീക്ഷയ്ക്ക് നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാനുള്ള ഫ്രീഡം ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ വി ഗോട്ട് ദി ആൻസർ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഒന്നാമത്തതാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Prove that √2 plus √1 into √2 minus 1 is equal to 1. Use this to compute 1/√2 minus 1 corrected to 2 decimal places. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. √2 plus 1 into √2 minus 1 that is equal to 1 എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കുക. നമുക്കറിയാം x plus y into x minus y is equal to x square minus y square. അപ്പോൾ അതേപോലെ √2 plus 1 into √2
minus 1 is equal to root 2 square minus 1 square എന്ന് എഴുതാം. root 2 square minus 1 square. root 2ൻ്റെ സ്ക്വയർ 2 ആണ്, മറ്റേത് 1 square 1 ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 2 minus 1 ദാറ്റ്സ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് root 2 plus 1 into root 2 minus 1 is equal to 1 എന്ന് കിട്ടി. ഓക്കെ, അത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്, അത് നമുക്ക് കിട്ടി. ഇനി root 2 minus root 2 plus 1 into root 2 minus 1 എവിടെ കണ്ടാലും അതിന് പകരം എന്ത് എഴുതിയാൽ മതി, 1 എഴുതിയാൽ മതി ഇനി അങ്ങോട്ടുള്ള ഇതിൽ. ഓക്കെ, ആൻഡ് യൂസ് ദിസ് ടു കമ്പ്യൂട്ട് 1 by root 2 minus 1 കറക്റ്റ് ടു 2 decimal places. ഇനി അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 1 by root 2 minus 1ൻ്റെ വാല്യൂ കാണണം കറക്റ്റ് ടു 2 decimal places. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ 1 by root 2 minus 1 എന്ന് എഴുതിയിട്ട് ഇവിടെ ഇതിനെ ഈ ഡിനോമിനേറ്ററിനെ root 2 minus 1ൻ്റെ കൂടെ വന്ന എന്താണ്, root 2 plus 1 ആണ്. അപ്പോൾ root 2 plus 1 into root 2 minus 1 എന്ന് വന്നു കഴിഞ്ഞാൽ അത് എന്തായി മാറും, 1 ആയി മാറുമല്ലോ. അപ്പോൾ ഇവിടെ root 2 minus 1നെ നമ്മൾ എന്ത് ചെയ്യുക, root 2 plus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, root 2 plus 1. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി മാറും, 1 ആയി മാറും. അപ്പോൾ ഡിനോമിനേറ്റർ 1 എന്ന് കിട്ടുമല്ലോ. അപ്പോൾ നമ്മളൊരു ഫ്രാക്ഷനെ, ഈ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിന് root 2 plus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിനെ എന്ത് ചെയ്യണം, അതേ നമ്പറോട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 2/3 ഈ 3നെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, 3 എന്നുള്ളത് 15 ആയി മാറും. അങ്ങനെ മാറുമ്പോൾ വാല്യൂ ചേഞ്ച് ആവും. വാല്യൂ ചേഞ്ച് ആവാതിരിക്കണമെങ്കിൽ ന്യൂമറേറ്ററിനെ എന്ത് ചെയ്യണം, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതൊരു നിയമമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററിനെ root 2 plus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതുകൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് വന്നു, root 2 plus 1 into root 2 minus 1. അപ്പോൾ ഇത് രണ്ടും കൂടെ എന്തായി മാറും, 1 ആവും. അപ്പോൾ ഈ ഡിനോമിനേറ്റർ 1 ആവും. ന്യൂമറേറ്ററിൽ 1 into root 2 plus 1 ഉണ്ടാവും. അപ്പോൾ 1 കൊണ്ട് ഏതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക, അത് തന്നെയാണ് കിട്ടുക. അപ്പോൾ 1 into root 2 plus 1 എന്നുള്ളത് എന്തായി, root 2 plus 1 ആയി. ഡിനോമിനേറ്ററിൽ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്, root 2 plus 1 by 1. ഏതൊരു നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ നമ്പർ തന്നെ കിട്ടുക. അപ്പോൾ ഇതെന്താണ്, root 2 plus 1 ആണ്. root 2 plus 1 എന്നാൽ 1.414 plus 1 ആണ്. അപ്പോൾ 1.414 plus 1 എന്ന് പറഞ്ഞാൽ എത്രയായി, 2.414 ആയി. ഓക്കെ, കറക്റ്റ് ടു 2 decimal places എന്നാണ്, 2 decimal places മതി. അതുകൊണ്ട് നമ്മൾ ആൻസർ 2.41. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ചെയ്തത്, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടുമെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഐഡൻറ്റിറ്റി 8ാം ക്ലാസ് പഠിച്ചത് ഉപയോഗിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് 1 ആണെന്ന് കിട്ടി. പിന്നെ ഇതിൻ്റെ വാല്യൂ, അതായത് 1നെ root 2 minus 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 2 decimal പ്ലേസസിന് കറക്റ്റാക്കി എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ root 2 minus 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ ഇതിനെന്ത് ചെയ്യുക, root 2 plus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആയി മാറും. root 2 plus 1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് 2.41 വരുന്നു. ഓക്കെ, ഇനി കമ്പ്യൂട്ട് 1 by root 2 plus 1 കറക്റ്റ് ടു 2 decimal places. ഇതേപോലെ തന്നെ 1 by root 2 plus 1ഉം കാണാം. ഓക്കെ, ഇത് എത്രാമത്തെ ക്വസ്റ്റ്യനാണ്, 3ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 3ാമത്തെ ക്വസ്റ്റ്യൻ. 3ാമത്തെ ക്വസ്റ്റ്യനിൽ ഇത്രയും കാര്യം അണ്ടർസ്റ്റുഡ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ആൻസർ വരുന്നത്. അപ്പോൾ 1 by root 2 plus 1നെ നമുക്ക് 1 by root 2 plus 1 എഴുതിയിട്ട് ഇത് തന്നെ എഴുതിയിട്ട് ഇതിൻ്റെ root 2 plus 1 വന്നതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുക, root 2 minus 1 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഇവിടെയും root 2 minus 1 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ കഴിഞ്ഞതല്ല, പുതിയ ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് വന്നു, root 2 plus 1 into root 2 minus 1. അപ്പോൾ അത് 1 ആയി. ന്യൂമറേറ്ററിൽ root 2 minus 1 into 1. അപ്പോൾ ഇവിടെ root 2 minus 1. ഓക്കെ, അപ്പോൾ root 2 minus 1 by 1 എന്ന് പറഞ്ഞാൽ എന്താവും, root 2 minus 1 ആവും. root 2 minus 1. root 2 minus 1 എന്ന് പറഞ്ഞാൽ root 2ൻ്റെ വാല്യൂ 1.414 നിന്ന് എന്ത് മൈനസ് ചെയ്യുക, 1 മൈനസ് ചെയ്യുക. അങ്ങനെ 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും,
പിന്നെ കിട്ടുന്നത് 0.414 ആണ്. 0.414നെ 2 ഡെസിമൽ പ്ലേസസിന് കറക്റ്റാക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.41. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റിന് ആൻസറായി. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റിന് ആൻസർ എങ്ങനെയാണോ ചെയ്തത് അങ്ങനെ തന്നെ ചെയ്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ √2 + 1 √2 - 1 എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിങ്ങനെയും പറയാം. √2 + 1ൻ്റെ കോൺജുഗേറ്റ് ആണ് √2 - 1, ഇതിൻ്റെ കോൺജുഗേറ്റ് ആണ് √2 + 1 എന്നൊക്കെ പറയാം. അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. സൈനിൽ മാത്രം മാറ്റം വരുത്തുക. ഓക്കെ, യെസ്. ഇനി 3 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. ക്വസ്റ്റ്യൻ 4 എന്താണ്? ക്വസ്റ്റ്യൻ 4 നോക്കുക. സിംപ്ലിഫൈ √3 - √2 × √3 + √2. യൂസ് ദിസ് റിസൾട്ട് to compute 1/√3 - √2 and 1/√3 + √2 correct to 2 decimal places. ഓക്കെ, നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? √3 + 2 × √3 - 2 ചെയ്യാൻ. നമുക്ക് √3 + 1 √2 + 1 × √2 - 1 = 1 എന്ന് കിട്ടിയിരുന്നല്ലോ. അതേപോലെ തന്നെ ഇവിടെ √3 - 2 × √3 + 2 എത്രയാണെന്ന് ആദ്യം കണ്ടെത്താൻ പറയുന്നത്. √3 - √2 × √3 + √2ൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്താൻ പറയുന്നു. അപ്പോൾ ഇവിടെയും നേരത്തെ പോലെ തന്നെ x - y × x + y എന്ന ഫോമിലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? √3² - √2² എന്ന് എഴുതാം. ആൻഡ് √3² is 3 and √2² is 2. അപ്പോൾ 3 - 2 = 1 കിട്ടി. അപ്പോൾ √3 - √2 × √3 + 2 അല്ല √3 + √2 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി √3 + √2 ഇൻറ്റു ഇതിന് ശേഷമാണ് √3 - √2 വരുന്നതെങ്കിലും അവിടെയും മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് നടക്കുന്നത്. ദെൻ ദ വാല്യൂ വിൽ ബി ഈക്വൽ ടു 1. അപ്പോൾ ഇനി ഇങ്ങനെ എവിടെയെങ്കിലും കണ്ടാൽ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ 1 എഴുതാം എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഈ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ട് 1/√3 - √2 അതേപോലെ തന്നെ 1/√3 + √2 കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ്. അപ്പോൾ ആദ്യം നമ്മൾ കാണേണ്ടത് 1/√3 - √2ൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 1/√3 - √2 എന്ന് എഴുതിയിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? √3 + √2 കൊണ്ട് മൾട്ടിപ്ലൈ. നേരത്തെ ചെയ്ത പോലെ തന്നെ √3 - √2ൻ്റെ കൂടെ എന്ത് വരണം? √3 + √2 വേണം. അപ്പോൾ ഇതാ നമ്മളിവിടെ നമ്മളെ വക ചേർത്തിരിക്കുകയാണ്. അപ്പം ന്യൂമറേറ്ററിലും എന്ത് ചെയ്യണം? അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. √3 + √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്റർ 1 × ദിസ് ദാറ്റ് ഈസ് √3 + √2 എന്നായി മാറും. ഇവിടെ √3 - √2 × √3 + √2ൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്? 1 എന്ന് കിട്ടി. അപ്പോൾ 1 എഴുതാം. അപ്പോൾ ന്യൂമറേറ്ററിൽ √3 + √2 ഡിനോമിനേറ്ററിൽ 1. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ്? √3 + √2 ആണ്. 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അത് തന്നെ കിട്ടുക. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ട് വാല്യൂസും എഴുതിയിട്ട് കൂട്ടി നോക്കുക. 1.732 1.414 രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 6 4 11 and 3.146 എന്ന് കിട്ടും. അപ്പോൾ 3.1469. അപ്പോൾ കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 2 ഡെസിമൽ പ്ലേസ് മതി. അപ്പോൾ മൂന്നാമത്തെ ഡെസിമൽ പ്ലേസ് 4നേക്കാൾ കൂടുതലാണെങ്കിൽ 5 6 7 8 9 വന്നതിന് ഒന്നും ഇങ്ങോട്ട് ആഡ് ചെയ്യണമെന്നാണ്. ഓക്കെ, അപ്പോൾ വിൽ ഗെറ്റ് വാട്ട്? 3.15. ഇതാണ് കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ്. ഓക്കെ, മൂന്നാമത്തത് 5 6 7 8 9 ഈ ഏതെങ്കിലും നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് ഇപ്പുറത്തേക്ക് ആഡ് ചെയ്തിട്ട് അവസാനിപ്പിക്കുക. കാരണം 2 ഡെസിമൽ പ്ലേസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3.14 എന്ന് എഴുതിയാൽ പോരാ. ഇവിടെ 4 3 2 1 ഏതെങ്കിലും ആണെങ്കിൽ 3.14 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, 4ൽ കൂടുതലാണെങ്കിൽ 5 to 9 വരെയുള്ള നമ്പർ വന്നാൽ ആഡ് ചെയ്യും. അപ്പോൾ വി ഗോട്ട് ദി ആൻസർ. ഇനി ഇതിൽ രണ്ടാമത്തെ ചെയ്യണം. എന്താണ്? 1/√3 + √2 ഇതേപോലെ തന്നെ ചെയ്യാം. 1/√3 + √2. അപ്പോൾ ഞാൻ ഇത് മായ്ച്ചിട്ട്
അല്ലെങ്കിൽ ഇതിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ട് ചെയ്യുകയാണ്. നിങ്ങളത് സെപ്പറേറ്റ് തന്നെ എഴുതണം. അപ്പോൾ സെക്കൻഡ് എന്താണ് 1/√3 + √2 ആണ് കാണേണ്ടത്. അപ്പോൾ 1/√3 + √2 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ പ്ലസ് വരുമ്പോൾ ഇവിടെ എന്താക്കണം, മൈനസ് ഉള്ളതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. √3 - √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ന്യൂമറേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം, അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് എന്തായി മാറും, 1 ആയി മാറും. ആ 1 ആണിത്. ഇവിടെ 1 × ദിസ് എന്ന് പറഞ്ഞാൽ ഇതാണ് വരിക, √3 - √2. അപ്പോൾ √3 - 2 ആയി. √3 - √2. √3 - √2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് വാട്ട്, √3 - √2. √3യുടെ വാല്യൂവിൽ നിന്ന് √2ൻ്റെ വാല്യൂ മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലസിന് പകരം എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പോൾ 12 - 4 = 8. ഓക്കെ, 12 - 1 അല്ലെങ്കിൽ 2 - 1 = 1. പിന്നെ 7 - 4 = 3. 1 - 1 = 0 എന്നാണ്. 12 - 4 8. ഇവിടെ 2 ഉണ്ടാവുള്ളൂ. 2 - 1 = 1. ഇവിടെ 7 - 4 = 3. 1 - 1 = 0. സോ 0.318 എന്ന് കിട്ടും. ഓക്കെ, സോ വി ഗെറ്റ് വാട്ട്, 0.318. ഇവിടെയും കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ് എന്ന് പറയുന്നത് കൊണ്ട് 2 ഡെസിമൽ പ്ലേസ് മതി. 2 ഡെസിമൽ പ്ലേസ് മതിയെങ്കിൽ 3 എഴുതിയതിന് ശേഷം രണ്ടാമത്തെ ഡെസിമൽ നമ്പർ ഏതാണ്, ഡെസിമൽ പ്ലേസിലെ നമ്പർ 1 ആണ്. ഈ 1 ഇവിടെ എഴുതുന്നതിന് മുമ്പ് ഇപ്പറുള്ളത് എത്രയാണ് നോക്കണം. അത് 4നേക്കാൾ വലുതാണെങ്കിൽ, അപ്പോൾ ഇത് 4നേക്കാൾ വലുതാണ്, അപ്പോൾ 1 ഇങ്ങോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ 1 എന്തായി മാറും, 2 ആയി മാറും. സോ കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ് എന്ന് പറഞ്ഞാൽ 0.32 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദി ആൻസർ ഫോർ ദ സെക്കൻഡ് വൺ. ആ 4th ക്വസ്റ്റ്യനിലുള്ള സെക്കൻഡ് വൺ ആണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, 4th ക്വസ്റ്റ്യനാണ്. ഓക്കെ, 4th ക്വസ്റ്റ്യനിൽ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇത്രയും നേരം ചെയ്തത്. ഇനി 2 more ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. പ്രൂവ് ദാറ്റ് √2 2/3 is equal to 2 into √2/3 and √3 3/8 is equal to 3 into √3/8. Can you find other numbers like this? എന്നാണ്. അപ്പോൾ 5th ക്വസ്റ്റ്യൻ പേജ് 61-ലാണ്. Prove that √2 2/3 is equal to, prove that √2 2/3 is equal to എന്താണ്, 2 √2/3 എന്ന് പ്രൂവ് ചെയ്യാം. അതേപോലെ തന്നെ വേറൊന്നും കൂടെ പ്രൂവ് ചെയ്യാണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന എടുക്കുന്നു, 2 2/3. ഇനി 3 × 2 6. 6 + 2 is equal to 8. 8/3 എന്ന് എഴുതാം. ഓക്കെ, 8/3. ഈ 8നെ നമുക്ക് ഒരു സ്ക്വയർ റൂട്ടുള്ള നമ്പർ ഇൻറ്റു അനദർ നമ്പർ എന്നുള്ള രൂപത്തിലേക്ക് എഴുതാം. അപ്പോൾ സ്ക്വയർ റൂട്ടുള്ള നമ്പർ 4 ആണ്. 4 × 2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് 4 × 2/3 ഇങ്ങനെ. ഓക്കെ, അങ്ങനെ എഴുതുമ്പോൾ ഈ 4ൻ്റെ റൂട്ട് 2. ഓക്കെ, പിന്നെ ഇവിടെ √2, താഴെ √3 ഇങ്ങനെ വരും. എല്ലാത്തിൻ്റെയും റൂട്ട് എടുക്കുക. 4ൻ്റെ റൂട്ട് 2, 2 റൂട്ടിൻ്റെ 2 2ൻ്റെ റൂട്ട് √2, 3ൻ്റെ റൂട്ട് √3. ഓക്കെ, ഇത് രണ്ടും കൂടെ മാറ്റിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് √2/√3 ക്യാൻ ബി റിട്ടൺ ആസ് √2/3. ഓക്കെ, അപ്പോൾ ഇതെന്തായി, ഈ 2 എഴുതി, മറ്റേത് 2/3, √2/3 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ √2 × 2/3 ഇത് കംപ്ലീറ്റ് എല്ലാം റൂട്ടിൻ്റെ ഉള്ളിലാണ്. അതിങ്ങനെ ചെയ്ത് വന്നപ്പം ഈ 2 എവിടെ വന്നു, ഈ 2 പുറത്തേക്ക് വന്നു, മറ്റേത് റൂട്ടിൻ്റെ ഉള്ളിൽ വന്നു. ഇത് ഈ നമ്പറിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ എഴുതിയ നമ്പർ. അതേപോലെ തന്നെയാണ് പിന്നെ നമ്മളോട് എന്ത് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, 3 3/8നും ഇതേപോലെ തന്നെ മാറ്റി എഴുതാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് ഇതിനെങ്ങനെ മാറ്റി എഴുതി, രണ്ടാമത്തത് എന്താണ്, 3 3/8. 3 3/8നെ എന്താക്കി മാറ്റണം, √3 3/8 is equal to 3 ×
3/8 എന്ന് നമ്മൾ മാറ്റി എഴുതണം. അതെങ്ങനെ എഴുതുന്നുള്ളതാണ്. അപ്പോൾ 3/8 ഈസ് ഈക്വൽ ടു 3 × 8 24. 24 + 3 27. 27/8 എന്നാവും. ഈ 27നെ റൂട്ടുള്ള ഒരു നമ്പർ ഇൻറ്റു അനദർ നമ്പർ. അപ്പോൾ 9 റൂട്ടുണ്ട്, 9 × 3 എന്ന് എഴുതാം, /8 ഇങ്ങനെ. ഇനി ചെയ്യേണ്ടത് ഈ 9 റൂട്ടുള്ളത് കൊണ്ട് 9 റൂട്ടായ 3 എഴുതി. പിന്നെ √3/√8 എന്ന് വരും. √3/8ന് പകരം √3/8 എന്ന് എഴുതാം. അപ്പം ഇവിടെ 3/8 എല്ലാം റൂട്ടിനുള്ളിലാണെങ്കിൽ ഈ 3 എവിടേക്ക് വന്നു? പുറത്തേക്ക് വന്നു. 3 × 3/8 എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ മാറ്റി എഴുതി. ഇനി ക്യാൻ യു ഫൈൻഡ് അതർ നമ്പേഴ്സ് ലൈക്ക് ദിസ്? ഇതേപോലുള്ള മറ്റ് നമ്പേഴ്സ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഇതുപോലുള്ള നമ്പേഴ്സ് കണ്ടെത്താൻ എളുപ്പമാണ്. ഇവിടെയുള്ള ഒരു പ്രത്യേകത നോക്കുക. 2 × 2 ഇത് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് എത്രയാണ്? 4 ആണ്. ആ 4ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ഇവിടെയുള്ള നമ്പർ 3. ഇവിടെ നോക്കുക, 3 × 3 9. 9 1 മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? 8. അപ്പോൾ അതേപോലുള്ള നമ്പേഴ്സൊക്കെ എഴുതി കഴിഞ്ഞാൽ ഈ പ്രത്യേകത ഉണ്ടാവും. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം 4 × 4 എത്രയാണ്? 16 ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? 15 എഴുതുക. അപ്പോൾ 4/15 എന്ന് പറയുന്ന നമ്പറിന് ഈ പ്രത്യേകത ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ പ്രത്യേകത ഉണ്ടോ നോക്കുക. 4/15. അപ്പോൾ നമ്മൾ മാറ്റുമ്പോൾ 4 × 15 60. 60 + 4 64 എന്നാവും. 64/15 എന്നാവും. 64നെ നമുക്ക് എന്ത് ചെയ്യാം? 16 × 4 എന്ന് എഴുതാം. 16 × 4/15. ഓക്കെ, 16 × 4 എത്രയാണ്? 64 ആണ്. 64 ആണ്. ഓക്കെ, അപ്പോൾ 16 × 4/15 എന്ന് എഴുതാം. ഇനി 16ൻ്റെ റൂട്ട് എത്രയാണ്? 16ൻ്റെ റൂട്ട് 4. പിന്നെ 4/15 എന്നുള്ളത് റൂട്ടിൽ എഴുതാം. അപ്പോൾ 4/15 എന്നുള്ളതിനെ 4 × 4/15 4 × √4/15 എന്ന് നമുക്ക് എഴുതാൻ സാധിച്ചു. അപ്പോൾ ഇതേപോലുള്ള നമ്പേഴ്സൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ 5 ആണെങ്കിൽ 5 എഴുതുക, ഇവിടെ 5 എഴുതുക. അപ്പോൾ 5 × 5 24 ആയതുകൊണ്ട് ഇവിടെ എന്ത് എഴുതുക? 5 × 5 25 ആയതുകൊണ്ട് ഇവിടെ ഒന്ന് കുറച്ച് എഴുതുന്നു, 24. അപ്പോൾ ഈ നമ്പറിനും എന്തുണ്ടാവും? ഈ പ്രത്യേകത ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതേപോലെ കുറേ നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ പ്രത്യേകതകളുള്ള നമ്പേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ക്യാൻ യു ഫൈൻഡ് അതർ നമ്പേഴ്സ് ലൈക്ക് ദിസ് എന്ന് വെച്ചാൽ വി ക്യാൻ റൈറ്റ് അതർ നമ്പേഴ്സ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ അതർ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 4/15, 5/24, ഓക്കെ, 6/35 എക്സെട്ര. ഒന്നിൻ്റെ എക്സാമ്പിൾ നമ്മളിവിടെ കാണിക്കുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ ചെയ്താൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മളിവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഓൾ റെഡ് triangles in the picture are equilateral. What is the ratio of the sides of the outer and inner squares? Okay, sixth question ആണ്. ഇങ്ങനെയുള്ളൊരു സ്ക്വയർ നമ്പർ ഉണ്ട്. ആ സ്ക്വയർ നമ്പറിൽ
ഇതെല്ലാം റെഡ് ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, എല്ലാം റെഡ് ട്രയാങ്കിൾസ് ആണ്. ഓൾ റെഡ് ട്രയാങ്കിൾസ് ഇൻ ദ പിക്ചർ ആർ ഇക്വിലാറ്ററൽ ആണ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ഔട്ടർ ആൻഡ് ഇന്നർ സ്ക്വയേഴ്സ്? ഔട്ടർ സ്ക്വയറും ഇന്നർ സ്ക്വയറിൻ്റെയും സൈഡ്സുകൾ തമ്മിലുള്ള റേഷ്യോ എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ റേഷ്യോ കാണാൻ പറയുമ്പോൾ ഇവിടെ എക്സാക്റ്റ് മെഷറൊന്നും തന്നിട്ടില്ല. ഈ റെഡ് ട്രയാങ്കിൾ എല്ലാം ഇക്വിലാറ്ററൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്വിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ സൈഡ്സും, ഈ സൈഡും ഈ സൈഡും ഈ സൈഡും എല്ലാം ഈക്വൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ റേഷ്യോ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ തരാത്തതുകൊണ്ട് ആ സൈഡ് 1 ആണെന്ന് നമ്മൾ ഇമേജിൻ ചെയ്യാം. കാരണം റേഷ്യോ ആണ് കാണേണ്ടത്. അപ്പോൾ എന്താണെങ്കിലും ശരി, രണ്ടും നമ്മൾ റേഷ്യോ കാണുന്ന സമയത്ത് കോമൺ ഫാക്ടറൊക്കെ കട്ട് ചെയ്തിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് വരുന്നതുകൊണ്ടാണ് റേഷ്യോ കാണാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, മെഷർ ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് മെഷർ ഈസ് സപ്പോസ് ടു ബി 1 എന്നെടുക്കുന്നത്. അപ്പോൾ ഈ റെഡ് ട്രയാങ്കിളിലെ എല്ലാ സൈഡ്സും 1 ആണെങ്കിൽ ഇത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. All red triangles in the picture are equilateral triangle. നോക്കാം. അപ്പോൾ ഇത് 1 ആണ്. ഇത് 1 ആണെന്ന് പറഞ്ഞാൽ ഈ സൈഡും എന്താണ്, ആ സൈഡും 1 തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ഇങ്ങനെ വരച്ചാൽ, ദിസ് ആംഗിൾ ഈസ് 90 എന്നിട്ട് ആ ആംഗിള് 90 ആണ്. ഈ ആംഗിള് 30 ആയി മാറും. എങ്ങനെയാണ് 30 ആവുന്നത്? ദിസ് ആംഗിൾ ഈസ് 90, നമുക്കറിയാം ഈ ആംഗിൾ 90 ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് എല്ലാ ആംഗിൾസ് 60 ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 60 ആണ്. അപ്പോൾ ഇത് 60 ആയതുകൊണ്ട് ഇത് എത്രയാവും? 30 ആയി മാറും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് 30 ആണെങ്കിൽ ഇവിടെ എത്രയാണ്? ഇത് 60 ആണ്. 30, 60. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിളിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണ്. ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇത് 90, ഇത് 60, ഇത് 30. ഈ സൈഡ് എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 ആവുമ്പോൾ ഈ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഈ ഹൈപ്പോട്ടന്യൂസിൻ്റെ പകുതി ആയിരിക്കും. അപ്പോൾ ഹാഫ് ആയിരിക്കും. ഇതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഹാഫ് ഇൻറ്റു √3 ആണ് ഈ സൈഡ്. ഈ സൈഡ് ഹാഫ് ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത് എത്രയാണ്? ഹാഫ് ഇൻറ്റു √3 ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ലെങ്ത്ത് ഹാഫ് ഇൻറ്റു √3 ആണെങ്കിൽ ഈ ലെങ്ത്തും ഹാഫ് √3 ആണ്. അപ്പോൾ ഹാഫ് √3 പ്ലസ് ഹാഫ് √3 എന്ന് പറഞ്ഞാൽ 2 ഹാഫ് ചേർന്നാൽ 1 ആവും. അപ്പോൾ ഈ ലെങ്ത്ത് എത്രയാണ്? √3 ആണ്. ഇറ്റ് ഈസ് √3. ഇവിടുന്ന് അങ്ങോട്ടുള്ളത് 1ഉം. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ ലെങ്ത്ത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ √3 പ്ലസ് 1 ആണ്. √3 പ്ലസ് 1. അപ്പോൾ ഇതും എന്ന് തന്നെ ആയിരിക്കും, √3 പ്ലസ് 1 ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് സ്ക്വയറാണ്. അപ്പോൾ ഈ സൈഡ് √3 പ്ലസ് 1 ആണ്, ഈ സൈഡും √3 പ്ലസ് 1 ആണ്. അപ്പോൾ വലിയ സ്ക്വയറിൻ്റെ സൈഡ് നമുക്ക് കിട്ടി √3 പ്ലസ് 1. ഇനി നോക്കുക, ഈ ചെറിയ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ളതാണ്. ഇതാണ്. അപ്പോൾ ഈ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത്തും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് ഇത് രണ്ടും കുറച്ചാൽ മതി. ഓക്കെ, ഇവിടുന്ന് ഇവിടം വരെയുള്ളത് എന്താണ്? ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഒരു സൈഡാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഒരു സൈഡ് 1 എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 1. ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ്, അതാണ് 1. അപ്പോൾ ഈ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് 1 + 1 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. ഓക്കെ, ടോട്ടൽ ലെങ്ത്ത് എത്രയാണ്? √3 + 1. √3 + 1ൽ നിന്ന് എന്ത് ചെയ്യുക? 1 + 1 2 മൈനസ് ചെയ്യുക. അപ്പോൾ 1 സൈഡ് ഓഫ് ദ സ്മോളർ സ്ക്വയർ എന്ന് പറയുന്നത് √3 + 1 - 2 ആണ്. ഓക്കെ, അപ്പോൾ സൈഡ്
side of large square, larger square, വലിയ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? √3 + 1 ആണ്. ആൻഡ് സൈഡ് ഓഫ് സ്മോളർ സ്ക്വയർ, സ്മോളർ സ്ക്വയർ അല്ലെങ്കിൽ ഇന്നർ സ്ക്വയർ, ഔട്ടർ സ്ക്വയർ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇന്നർ സ്ക്വയർ ആൻഡ് ഔട്ടർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ സൈഡ് ഓഫ് ഔട്ടർ സ്ക്വയർ ആൻഡ് ദിസ് ഈസ് ഇന്നർ സ്ക്വയർ. ഓക്കെ, ഇന്നർ സ്ക്വയർ ഇസ് ഈക്വൽ ടു √3 + 1 നിന്ന് എന്ത് മൈനസ് ചെയ്യണം? 2 മൈനസ് ചെയ്യണം. ഇത് 1, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1, അപ്പോൾ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം കിട്ടും. ഇപ്പോൾ √3 + 1 മൈനസ് 1 + 1, അതായത് 2. √3 + 1 മൈനസ് 2. 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ √3 - 1. അപ്പോൾ ഔട്ടർ സ്ക്വയറിൻ്റെ ഒരു സൈഡ് √3 + 1ഉം ഇന്നർ സ്ക്വയറിൻ്റെ ഒരു സൈഡ് √3 - 1 ആണ്. ഓക്കെ, ദർഫോർ ദ റേഷ്യോ, ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. റേഷ്യോ ഈസ് ഈക്വൽ ടു √3 + 1 മൈനസ് √3 - 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്ര എഴുതിയാൽ മതി. ദിസ് ഈസ് ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് ഔട്ടർ സ്ക്വയർ ആൻഡ് ഇന്നർ സ്ക്വയർ. അപ്പോൾ അതോടുകൂടി ഈ ന്യൂ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഏതെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പോർഷനിലെ വീഡിയോ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. ദെൻ യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ സർക്കിൾസ് എന്ന് പറയുന്ന 5th ചാപ്റ്റർ വിൽ സ്റ്റാർട്ട് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സോ സി യു നെക്സ്റ്റ് ഡേ. താങ്ക് യു.